സംസ്ഥാനത്തെ തദ്ദേശ സ്ഥാപനങ്ങളുടെ വാർഡ് പുനർനിർണയം ഇന്നത്തെ പ്രത്യേക മന്ത്രിസഭാ യോഗം പരിഗണിച്ചേക്കുമെന്നൊരു റിപ്പോർട്ടുണ്ട്. ജനസംഖ്യാനുപാതികമായി എല്ലാ തദ്ദേശ സ്ഥാപനങ്ങളിലും ഓരോ വാർഡ് വീതം കൂട്ടാനാണ് ആലോചന. ഇതിനായി ഓർഡിനൻസ് പുറത്തിറക്കിയേക്കും. അടുത്ത വർഷം തദ്ദേശ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെയാണ് എല്ലാ തദ്ദേശ സ്ഥാപനങ്ങളിലും ഒരു വാർഡ് വീതം കൂട്ടാൻ സർക്കാർ ഓർഡിനൻസ് ഇറക്കുന്നത്. ഇതോടെ 1200 വാർഡുകൾ പുതുതായി രൂപപ്പെടും. പഞ്ചായത്തി രാജ് മുനിസിപ്പാലിറ്റി നിയമങ്ങളിൽ ഭേദഗതി വരുത്താനാണ് തീരുമാനം. ജനസംഖ്യ വർദ്ധിച്ചെന്ന് വിലയിരുത്തിയാണ് വാർഡുകൾ പുനർനിർണ്ണയിക്കുന്നത്. ജനസംഖ്യ കുറഞ്ഞ പഞ്ചായത്തുകളിൽ 13ഉം കൂടുതൽ ജനസംഖ്യയുള്ള പഞ്ചായത്തുകളിൽ 23 വാർഡുകളാണ് നിലവിലുള്ളത്. ഭേദഗതിയോടെ ഇത് 14ഉം 24ഉമായി മാറും. പുതിയ വാർഡ് വിഭജനത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കും അടുത്ത തദ്ദേശ തെരഞ്ഞെടുപ്പ് നടക്കുക. ഇന്ന് ചേർന്ന പ്രത്യേക മന്ത്രിസഭാ യോഗം ഓർഡിനൻസിന് അംഗീകാരം നൽകിയേക്കും. നിലവിൽ 1200 തദ്ദേശ സ്ഥാപനങ്ങളിൽ 21,865 ജനപ്രതിനിധികളുണ്ട്. 1200 അംഗങ്ങൾ വർദ്ധിക്കുന്നതോടെ ഇവർക്ക് ഓണറേറിയം നൽകാൻ മാത്രം 5 വർഷം 67 കോടി രൂപ അധികം വേണ്ടിവരുമെന്നാണ് കണക്കാക്കുന്നത്. വാർഡ് പുനർനിർണയത്തിൽ സർക്കാരിൻ്റേത് ഏകപക്ഷീയമായ തീരുമാനമാണെന്നാണ് പ്രതിപക്ഷത്തിന്റെ ആരോപണം. 2001 സെൻസസിന്റെ അടിസ്ഥാനത്തിൽ 2010 അവസാനമായി വാർഡുകളുടെ പുനർനിർണയം നടന്നത്. റിപ്പോർട്ടർ, തിരുവനന്തപുരം.